മാത്യു കുഴൽനാടിനെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത് റവന്യൂ വകുപ്പ്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് നോട്ടീസ് നൽകി. ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, മാത്യുവിനെ വിടാതെ തന്നെ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നു വരുന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുണ്ടായ സാഹചര്യം ഇപ്പോൾ എന്താണ്? ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ലിബീഷ്, ഈ ചിന്നക്കനാലിലെ ഈ മാത്തിക്കുഴൽനാടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിലാണ് ഈ വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയുടെ സഹായത്തോടെ നടത്തിയ സർവേയിൽ കൈവശം വച്ചിരിക്കുന്ന പട്ടയഭൂമിയോടൊപ്പം തന്നെ 50 സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന് കണ്ടെത്തിയത്. തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിന് ബോധ്യപ്പെട്ടു. ആകെ മാത്തിക്കുഴൽനാടിൽ ഭൂമി വാങ്ങിയപ്പോൾ 1 ഏക്കർ 25 സെന്റായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് അതിൽ കൂടുതൽ ഭൂമി ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മാത്തിക്കുഴൽനാടിനെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഹിയറിംഗിൽ ഹാജരാവാൻ മാത്യുവിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആധാരമുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയെന്നാണ് ഈ കേസ്. ഏതായാലും ഹിയറിംഗിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദിനേശ്, ശരി ബിനീഷ്. മാത്യു കുഴൽനാടിനെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഹിയറിംഗിന് ഹാജരാകാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി പങ്കുവച്ചത്.